നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ മിഡ് ഡേ ന്യൂസ്. കേരളത്തിൽ വീണ്ടും നിപ്പ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ ലക്ഷണങ്ങളോടെ 40 വയസ്സുകാരി ചികിത്സ തേടി. മലപ്പുറം കുറ്റിപ്പുറം സ്വദേശിനിയാണ് ചികിത്സ തേടിയത്. പരിശോധനയ്ക്കായി യുവതിയുടെ സ്രവം കോഴിക്കോട് വൈറോളജി ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. നാളെ രാവിലെ സ്രവ പരിശോധനാ ഫലം ലഭിക്കും. ഈ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ നിപ്പ രോഗബാധയാണോ എന്ന് സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ലോഡ്ജിൽ മുറിയെടുത്ത ലഹരി ഉപയോഗം. MDMAയുമായി യുവാക്കൾ എക്സൈസിന്റെ കസ്റ്റഡിയിൽ. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ പറശ്ശിനി കോൾമുട്ട് ഭാഗത്ത് നടത്തിയ റൈഡിലാണ് MDMAയുമായി ലോഡ്ജ് മുറിയിൽ നിന്ന് യുവാക്കൾ പിടിയിലായത്. മരുതായി സ്വദേശി മുഹമ്മദ് ഷംനാഥ്, വളപട്ടണം സ്വദേശി മുഹമ്മദ് ജംഷിൽ, ഇരിക്കൂർ സ്വദേശിനി റഫീന, കണ്ണൂർ സ്വദേശിനി ജസീന എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 490 മില്ലി MDMAയും അതുപയോഗിക്കാനുള്ള ടെസ്റ്റ് ട്യൂബുകളും ലാമ്പുകളും പിടിച്ചെടുത്തു. ഇതിൽ കൂടുതൽ പേർക്ക് പങ്കിട്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. തോക്കിൽ നിന്നും വെടിപൊട്ടി ഉദ്യോഗസ്ഥയ്ക്ക് പരിക്ക്. തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ തോക്ക് വൃത്തിയാക്കുന്നതിനിടെ സിവിൽ പോലീസ് ഓഫീസറുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടിയതാണ്. ബുധനാഴ്ചയാണ് സംഭവം നടന്നത്. വൃത്തിയാക്കുന്നതിനിടെ നിലത്തു വീണ തോക്ക് തിരിച്ചെടുക്കുമ്പോൾ അബദ്ധത്തിൽ വെടിപൊട്ടി സിമന്റ് തറയിൽ കൊള്ളുകയായിരുന്നു. തറയിലെ സിമന്റ് ചീള് തറച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് പരിക്ക് പറ്റിയതെന്ന് പറയുന്നു. അശ്രദ്ധമായി തോക്ക് കൈകാര്യം ചെയ്തതിന് സിവിൽ പോലീസ് ഓഫീസർ സുബിനെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് സസ്പെൻഡ് ചെയ്തു. രാജ്യത്ത് പൊതു സെൻസസും ജാതി സെൻസസും ഉടൻ. CPM മധുര. രാജ്യത്ത് പൊതു സെൻസസും ജാതി സെൻസസും ഉടൻ നടത്തണമെന്ന് പാർട്ടി കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മണ്ഡല പുനർനിർണയം നീതിപൂർവമാണെന്ന് ഉറപ്പുവരുത്തുക, ഒറ്റ തിരഞ്ഞെടുപ്പ് പദ്ധതി ഉപേക്ഷിക്കുക, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യവും സുതാര്യതയും ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങളും പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. വീണ വിജയന്റെ മാസപ്പടി കേസ് കോടതി വിചാരണയിലേക്ക്. കൊച്ചി CMRL മാസപ്പടി കേസിൽ SFIO സമർപ്പിച്ച കുറ്റപത്രം വിചാരണ കോടതിയിലേക്ക്. എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രമാണ് ജില്ലാ ജഡ്ജി വിചാരണ കോടതിയായ അഡീഷണൽ സെഷൻസ് കോടതിയുടെ പരിഗണനയ്ക്കായി വിട്ടത്. സെഷൻസ് കോടതി 7-ന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വിവരം. റിമാൻഡിൽ കഴിയുന്ന യുവതിക്കെതിരെ വീണ്ടും പോക്സോ കേസ്. 12 വയസ്സുകാരിയെ പീഡിപ്പിച്ചതിന് കഴിഞ്ഞ മാസം കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സ്നേഹ മെർലിനെതിരെയാണ് പോലീസ് വീണ്ടും കേസെടുത്തത്. 12-കാരിയുടെ സഹോദരനെയും പീഡനത്തിന് ഇരയാക്കി എന്നാണ് കണ്ടെത്തൽ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP നേതൃത്വം. കണ്ണൂർ SFIO കേസിൽ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വം പ്രതിഷേധം നടത്തി. തളിക്കാവിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കാൽടെക്സിൽ സമാപിച്ചു. കുടുംബാധിപത്യവും അഴിമതിയുമാണ് കേരളത്തിൽ പിണറായി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് പ്രതിഷേധത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ആരോപിച്ചു. വഖഫിനെതിരെ പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിക്കും. പാർലമെന്റിൽ പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ നിയമപരമായി നേരിടാനൊരുങ്ങി പ്രതിപക്ഷം. AIMIMഉം കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ പ്രതിപക്ഷ പാർട്ടികളും ബില്ലിനെതിരെ നിയമപരമായി പോരാടാനായിട്ട് നീങ്ങിയത്. ഭരണഘടന അനുശാസിക്കുന്ന സമത്വം, മതപരമായ സ്വാതന്ത്ര്യം എന്നിവയ്ക്കെതിരെയാണ് ബില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കും. 3 മാസത്തിനുള്ളിൽ അമേരിക്ക നാട് കടത്തിയത് 682 ഇന്ത്യക്കാരെ. ന്യൂഡൽഹി ജനുവരി മുതൽ 682 ഇന്ത്യക്കാരെ നാട് കടത്തിയിട്ടുണ്ടെന്നും അവരിൽ ഭൂരിഭാഗം പേരും നിയമവിരുദ്ധമായി US കടക്കാൻ ശ്രമിച്ചവരാണെന്നും കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു. നാടുകടത്തപ്പെട്ടവരുടെ പട്ടിക ഇന്ത്യൻ സർക്കാരുമായി ബന്ധപ്പെട്ട ഏജൻസികളുമായി ചേർന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ത്യൻ പൗരന്മാരാണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ ഇവരെ ഇന്ത്യയിലേക്ക് കടക്കാൻ അനുവദിക്കുകയുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകര തീരുവയ്ക്ക് ചൈനയുടെ മറുപടി. അമേരിക്കൻ ഉത്പന്നങ്ങൾക്ക് 34% തീരുവ ചുമത്തി ചൈന. ഇത് ആഗോള വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തിന് വിവിധ ലോകരാജ്യങ്ങളും അതേ നാണയത്തിൽ തിരിച്ചടി തുടരുകയാണ്. നിലവിലുള്ള തീരുവയ്ക്ക് പുറമെയാണ് 34% തീരുവ ചുമത്തുകയെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. IPL അപ്ഡേറ്റ്സ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ വീണ്ടും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. ഇന്നലത്തെ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനോട് 12 റൺസിനാണ് മുംബൈ ഇന്ത്യൻസ് തോറ്റത്. സീസണിലെ 3ാം തോൽവിയോടെ മുംബൈയുടെ നില പരിഗണിലായിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. സൈനിങ് ഓഫ് കൃഷ്ണഗീത. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.